The lives of the youth is an example of exuberance, talents, and creativity. They touch the lives of the people and leave a mark on others. The Orthodox Christian youth movement has kept their artistic skill and taste alive. I'm sure we will all be able to get a feel of their creativity through a short skit entitled 2030. പ്രകൃതി മനുഷ്യന് ദൈവം നൽകിയ വരദാനം, നന്മയുടെയും സമൃദ്ധിയുടെയും ഉറവിടം. ദൈവത്തിന്റെ കൃപാദാനമാണ് പ്രകൃതിയിലെ നന്മകൾ. പക്ഷേ കാലം അതിവേഗം പായുമ്പോൾ മെല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് നാം പ്രകൃതിക്ക് പകരം നൽകുന്നത്? ഒരിക്കലെങ്കിലും ഈ നന്മയുടെ ഉറവിടം വറ്റുന്ന കാലത്തെപ്പറ്റി നാം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ് വൈദ്യുതി ഇല്ലാതെയാകുമ്പോൾ, ഒരു നേരം ജലം ലഭിക്കാതെ വരുമ്പോൾ ആകുലരാകുന്ന നമ്മൾ ഇനിയും വരുവാനുള്ള തലമുറയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക യുവജന പ്രസ്ഥാനം അവതരിപ്പിക്കുന്നു ഇയർ 2030, 2030 ആണ്ടിലേക്ക്. മിസ്റ്റർ ആൻഡ്രൂ, താങ്കളുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നം എന്താണ്? ഡോക്ടർ നെല്ലൂരെ, ഇപ്പോൾ രാത്രി തീരെ ഉറക്കമില്ല. അവളുമായി പിരിഞ്ഞതിൽ പിന്നെ ജീവിതത്തിന് മൊത്തം ഒരു ഏകാന്തതയും മുരടിപ്പുമാണ്. ഇപ്പോഴത്തെ രീതികളും ചുറ്റുവട്ടവും ഒക്കെ കാണുമ്പോൾ ഒരു സ്ഥിരം സെറ്റപ്പ് അല്ലേ നല്ലതെന്ന് തോന്നുന്നു. അതിനെന്താ, ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടിനെ കിട്ടിയാൽ പോരെ? അതോ അവളുമായും പിണങ്ങിയോ? പിന്നെ മുരടിപ്പ് മാറ്റാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ ടാബ്ലറ്റ്സ് ഒക്കെ മതി. മിസ്റ്റർ ആൻഡ്രൂ, മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ അല്ലേ, പല പേരിലും പല ബ്രാൻഡിലും? അത് ലേറ്റസ്റ്റ് വരെ കഴിച്ചു നോക്കി. ഓ, എല്ലാം കളിപ്പീരാന്ന്. പിന്നെ ഓവർഡോസ് ആയ മൊത്തത്തിൽ അടിച്ചു പോകുമോ എന്നൊരു പേടി. വയസ്സാം കാലത്ത് അപ്പച്ചന് റൊമാൻസ്. 100 ഓൺ കോൾ കൗൺസിലേഴ്സ് ഡോർ ടു ഡോർ കയറി നടക്കുമ്പോഴാ രാവിലെ തന്നെ അപ്പച്ചൻ്റെ ഒരു ഓൺലൈൻ കൗൺസിലിംഗ്. എടാ മോനെ, അപ്പച്ചനും വേണ്ടായോടാ ഒരു ജീവിതമൊക്കെ. ഇറ്റ് ഈസ് ടു ലേറ്റ് നൗ. ഗ്ലൈഡർ മൈ പൈലറ്റ് ടെറസിലെത്തി. റോഡിലെ ട്രാഫിക് മേടിച്ച ആകാശത്ത് കൂടെ പോന്ന് ഈ കുന്ത്രാണ്ടം മേടിച്ചത്. അപ്പോൾ തൊമ്മനും പാപ്പനും മൂപ്പനും എല്ലാം ഇത് മേടിച്ചു. അങ്ങനെ ആകാശത്തിലും രക്ഷയില്ലാതായി. എന്നാ ബ്ലോക്കാ മേളിലിപ്പം. ആട്ടെ, മോൻ സ്കൂൾ ബാഗൊക്കെ എടുത്തോ? I'm ready, Apcha. ഇങ്ങോട്ട് നീങ്ങി നിന്നേ, ഈ ഓക്സിജൻ സിലിണ്ടർ ഒന്ന് പിടിപ്പിക്കട്ടെ. ഇന്ന് ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. മോന് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ മറക്കാതെ കണക്ട് ചെയ്യണം കേട്ടോ. ശരി ആപ്ച. സ്കൂൾ ബാഗ് ഇല്ലാത്തത് കൊണ്ട് സിലിണ്ടർ പുറത്ത് കിടന്നാലും കുഴപ്പമില്ല. താങ്ക്സ് ടു സയൻസ്. സ്കൂൾ ബാഗ് ഒരു ഐപാഡിൽ ഒതുക്കിയതേനു. അത് ശരിയാ മോനെ. എന്നാലും ഈ കാലത്തിന്റെ ഒരു പോക്കേ, എത്ര പെട്ടെന്നാ ലോകം മാറിയത്. പ്രാണവായു പോലും കൊണ്ടു നടക്കേണ്ട അവസ്ഥ. ഇതിനകത്ത് ഓക്സിജൻ ഒന്നുമില്ല, ഇത് റീഫിൽ ചെയ്യാറായല്ലോ. ആഹാ, നീ ഇതൊരു പോയില്ലേ? രാവിലെ തന്നെ രണ്ടുപേരും കൂടി ചർച്ച തുടങ്ങിയോ? മോനെ, നീ ഫുഡിന്റെ ക്യാപ്സ്യൂൾ എടുത്തോ? ഇല്ല മമ്മി. എന്നാ നിക്ക്. ഇതാ ഫുഡിന്റെ ക്യാപ്സ്യൂൾ 1, വെള്ളത്തിന്റെ ക്യാപ്സ്യൂൾ 2, വിറ്റാമിന്റെ ക്യാപ്സ്യൂൾ 3, മെമ്മറിയുടെ ക്യാപ്സ്യൂൾ 4, എനർജിയുടെ ക്യാപ്സ്യൂൾ 5. മറക്കാതെ നീ കഴിക്കണം കേട്ടോ. ശരി മമ്മി. പണ്ട് കാലത്തെ പോലെ ഒന്നിച്ചിരുന്ന് വാരി കഴിച്ചാൽ ഇവർക്കൊക്കെ എന്തെല്ലാം പകർച്ചവ്യാധികൾ ഇപ്പൊ പിടിച്ചേനെ. ഇവന്മാർക്കൊക്കെ കാണുന്ന ബോഡിയേ ഉള്ളൂ, പ്രതിരോധ ശക്തി തീരെ ഇല്ല. ബൈ ബൈ.
ചന്ദ്രനിൽ പോകുന്നവൻ്റെയൊക്കെ ഫോട്ടോ പണ്ട് കാലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവന്മാരുടെ കാലത്ത് ഇതൊക്കെ നേരിക്കാണേണ്ടി വന്നല്ലോ എൻ്റെ ദൈവമേ. എന്തായിരുന്നു പപ്പ രാവിലത്തെ ചർച്ച? ഓ, ഞാൻ ഇന്നത്തെ കാലത്തെ പറ്റിയൊന്ന് പറഞ്ഞതാ മോളെ. പത്രം വായിക്കാനുള്ള കൊതി കൊണ്ട് വരുത്തുന്നതാ. എന്താ ഇതിനൊക്കെ ഇപ്പം വില? ശീലിച്ചു പോയില്ലേ? ഇപ്പോൾ എല്ലാം മാറി. ഈ പത്രവും മൊബൈൽ പത്രവും എന്ന് വേണ്ട. വാട്ട് ആൻ ഐഡിയ സർജി. എന്താ മോളെ നിന്റെ മുഖത്തൊരു വാട്ടം? എന്നാ പറയാനാ എൻ്റെ പപ്പ. എൻ്റെ ടിൻറ്റുമോൻ്റെ ഭാവി ഓർക്കുകയായിരുന്നു. എന്നാണോ ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഗ്രീൻ കാർഡ് ഇച്ചാന് കിട്ടുക എന്ന്. കൊച്ചിയിൽ സെറ്റിൽ ചെയ്യാനാ ഞങ്ങളുടെ ആഗ്രഹം. എന്നാലേ ടിൻറ്റുമോനോട് നീ ഇപ്പോഴേ പറ, വല്ല സ്പോക്കൺ മലയാളം കോഴ്സിനും ചേരാൻ. കാലം പോകുന്ന പോക്കേ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോകുന്നതൊക്കെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ അമേരിക്കക്കാരൻ ഇന്ത്യയിലേക്ക് പോകാൻ പാടുപെടുന്നു. എന്തെല്ലാം മറിമായങ്ങളിനി കാണാനിരിക്കുന്നു. ദൈവമേ, നീ പത്രം കണ്ടില്ലേ? എന്താ പപ്പ വിശേഷം? ഇന്നോ നാളെയോ ആസിഡ് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന്. എൻ്റെ ദൈവമേ, എന്തൊക്കെ കണ്ടാൽ ഈ ലോകത്തിൽ നിന്ന് പോയി കിട്ടും. ആസിഡ് എന്നൊക്കെ പണ്ട് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ മഴയായി പെയ്യുന്നതോ ആസിഡ്. മനുഷ്യൻ വിതച്ചതിൻ്റെ ഫലം മനുഷ്യൻ തന്നെ കൊയ്യുന്നു. പപ്പ, എൻ്റെ ഓർമ്മയിൽ ഫലവും പൂക്കളും നിറഞ്ഞ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവയൊക്കെ എത്ര പെട്ടെന്നാ ഇല്ലാതായത്. ഉണങ്ങിയും കരിഞ്ഞും ഒക്കെ നശിച്ചു പോയി. നശിച്ചു പോയതല്ല, നശിപ്പിച്ചതാ നമ്മൾ. ഇളം വേരുകൾ മണ്ണിലിറങ്ങി വെള്ളവും വളവും വലിക്കേണ്ട സ്ഥാനത്ത് നാം ഭൂമിക്ക് സമ്മാനമായി നൽകുന്ന പ്ലാസ്റ്റിക് വേരുകളെ കാർന്നു തിന്നുകയല്ലേ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അതുപോലെയാ നാം ഭൂമിയിലിടുന്ന പ്ലാസ്റ്റിക്കിന്റെ കാര്യവും. എന്തു പറയാനാ? മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ അവൻ സ്വയം മറന്ന് ജീവിക്കുകയല്ലേ. കാലം മാറുകയല്ലേ പപ്പ. വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പോലും പുറത്തുവിടുന്ന കെമിക്കൽസ് എത്ര പെട്ടെന്ന് ഓസോൺ പാളികളെ നശിപ്പിക്കുന്നത്. ആരും അതൊന്നും ചിന്തിക്കാറില്ല. നീ പറഞ്ഞത് എത്രയോ ശരിയാ മോളെ. നാം ഉൾപ്പെടുന്ന സമൂഹം ഇതിന് ഉത്തരവാദികളാണ്. പച്ച പുതപ്പിട്ട ഭൂമിയുടെ മാറ് ചെത്തി മിനുക്കി അഴകുള്ള തറയോടും കോൺക്രീറ്റ് പാളികളും വിരിക്കുമ്പോൾ ഒരിറ്റു വെള്ളത്തിനായി ഭൂമി ദാഹിക്കുകയാണ്. വരണ്ടുണങ്ങി അവളുടെ മാറ് പൊട്ടിപ്പിളർന്ന് ഭൂകമ്പമായും അഗ്നിപർവ്വതമായും മനുഷ്യനെ വിഴുങ്ങുമ്പോൾ ഭൂമി മാതാവിനെ ആർക്ക് കുറ്റം പറയാൻ കഴിയും? ആർക്കവളെ ആശ്വസിപ്പിക്കാനാകും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, വെള്ളം ഇറക്കുമതി ചെയ്യാൻ നമ്മുടെ രാജ്യം കോൺട്രാക്ട് ഒപ്പുവെച്ചെന്ന്. ഇനി കുളിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളത്തിന്റെ റേഷന് വേണ്ടി കാത്തിരിക്കണം. ഇവിടുത്തെ വെള്ളമൊക്കെ കുടിച്ച് പറ്റിച്ച് ഇപ്പോൾ ചന്ദ്രനിൽ പോയിരിക്കുക വെള്ളം കണ്ടുപിടിക്കാൻ. ധാരാളിയായ മനുഷ്യന് ദൈവം നൽകുന്ന ശിക്ഷ. ദൈവം എന്നാ ചെയ്യാന്? എല്ലാവൻ മനുഷ്യന് നൽകി. പക്ഷേ എന്നാലേ ചൂടും പൊടിക്കാറ്റും ഒക്കെ വരുന്നതിന് മുമ്പ് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ. ഓ, തലപൊട്ടിപ്പോകുന്ന ചൂട്. ഇറങ്ങിയപ്പോഴേ മാം പറഞ്ഞതാ അൾട്രാ വയലറ്റ് ഏൽക്കാത്ത ഹെൽമറ്റ് എടുത്തോണേയെന്ന്. പിന്നെ AC ജാക്കറ്റ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അച്ഛാ, ഐ ആം ഓൾസോ കമ്മിങ്. കാർ ഫ്രീ ഡേ ആഘോഷിക്കാൻ ഇറങ്ങിയ നമ്മൾ ഇന്നത്തെ വെയിലിൽ വെന്തുരുകുമെന്നാ തോന്നുന്നേ. ബൈബിൾ പറയുന്നത് എത്ര സത്യമാ. ഭൂമിയും ഭൂതലവും വെന്തുരുകും. അയ്യോ, ഇതിനിയും അവസാന കാലമാണോ? അവസാന കാലമൊന്നും അല്ലെന്നേ. ഭൂമിയും ഭൂതലവും ചരാചരങ്ങളും മനുഷ്യരോട് പ്രതികരിക്കുകയാണ്.
പടങ്ങളിലൊക്കെ കാണുന്ന ആ പഴയ ഭൂമി എത്രയോ സുന്ദരമാണ്. നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും സുന്ദരം. ഈ കുമിഞ്ഞുകൂടുന്ന ഈ വേസ്റ്റുകളുടെയും ചൂടിൽ ഉരുകിത്തിളയ്ക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെയും ദുർഗന്ധം വഹിക്കുന്ന ചൂട് കാറ്റിന്റെ നടുവിൽ ജീവിക്കാനുള്ള ഈ വിധി നാം തന്നെ മെനഞ്ഞെടുത്തതാണ്. അച്ചാച്ച, വാട്ട് ഈസ് ദിസ് ഇ വേസ്റ്റ്? മോനെ, ഉപയോഗശൂന്യമായ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററുകളും ചിപ്പുകളും മറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റംസുകളും അടങ്ങിയതാണ് ഈ വേസ്റ്റ്. ഇന്നീ ലോകം നേരിടുന്ന മറ്റൊരു മഹാവിപത്ത്. കുയിലുകളുടെ പാട്ട് കേട്ട് പൂക്കളോടും പൂമ്പാറ്റയോടും ഒപ്പം പാറി നടക്കുന്ന ഒരു ബാല്യകാലം അപ്പച്ചൻ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇതുവരെ ഞാൻ തേടിയിട്ടും ഒരു നല്ല പൂവിനെയോ പൂമ്പാറ്റയോ ഇന്ന് വരെ കാണാൻ പറ്റിയിട്ടില്ല. മോനെ, കൃത്യത നഷ്ടപ്പെട്ട പ്രകൃതിയിൽ എവിടുന്ന് വരാനാ നല്ല പൂക്കളും പൂമ്പാറ്റകളും? അതൊക്കെ ഇനി നമ്മുടെ സ്വപ്നങ്ങൾ മാത്രം. ആത്മീയതയുടെ വരൾച്ച ഭൂമിയെയും ബാധിച്ചു. ദൈവത്തോട് മനുഷ്യനകന്നപ്പോൾ അറിയാതെ അവൻ പ്രകൃതിയെ മറന്നു. ദൈവവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കളങ്കമില്ലാത്ത ബന്ധത്തിന് പറ്റിയ താളപ്പിഴ. പറഞ്ഞാൽ തീരില്ല. നാം പ്രകൃതിയോട് ചെയ്ത ക്രൂരതകളും അതിന് നമുക്ക് ലഭിക്കുന്ന ശിക്ഷകളും കണ്ടില്ലേ നമ്മുടെ ഈ ഭൂമി. അച്ഛ. ആ എത്തിയോ? വലിച്ചു വലിച്ചു തീർത്തു അല്ലേ? ഹോ, അവസാനം വീഴാതെയും കരയാതെയും ടിൻറ്റുമോന്റെ വീടെത്തി. ആഹാ, ഇവൻ അകമ്പടി എല്ലാരും ഉണ്ടല്ലോ. എന്താ ഇന്ന് നേരത്തെ എത്തിയത്?
അപ്പച്ചാ, ഇന്ന് കാർ ഫ്രീ ഡേ അല്ലേ, അതുകൊണ്ടാ. ആന്റി, കുടിക്കാൻ ഇത്തിരി വെള്ളം. അയ്യോ, ഇന്ന് വെള്ളം കിട്ടിയില്ല. ഇതാ വാട്ടറിന്റെ ക്യാപ്സ്യൂൾ. നാക്കിനടിയിലോട്ട് ഇട്ടാ മതി, അലിഞ്ഞങ്ങ് പൊക്കോളും. ഒരു കാർ ഫ്രീ ഡേ, ഒരാൾക്ക് സഞ്ചരിക്കാൻ 8ഉം 10ഉം സീറ്റുകളുള്ള കാറുകൾ, ഇത്തിരി ഭാരമുള്ള ഒരുത്തനെ വലിക്കാൻ ടണ്ണുകൾ ശേഷിയുള്ള എഞ്ചിനുകൾ. പിന്നെ ഈ ഒരു ദിവസം കാറുകൾ ഓടിയില്ലെങ്കിൽ പ്രകൃതിക്ക് എന്നാ ആശ്വാസം കിട്ടാനാ? അല്ലാതെ എന്ത് ചെയ്യാനാ? എന്താ പോംവഴി? എന്ത് പോം വഴി? മരിച്ചവനെ മാനിക്കാൻ പൂക്കൾ നൽകേണ്ടതിന് പകരം അവന്റെ അസ്ഥികൾ ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നാലും മണ്ണോട് ചേരാത്ത എത്രയോ ശോശപ്പകളാണ് നാം ദിനംപ്രതി ഇടുന്നത്. പോരാഞ്ഞോ, പാടശേഖരങ്ങൾ നിരത്തി മണിമന്ദിരങ്ങൾ പണിയുന്നു, പാറകളും കുന്നുകളും ഇടിച്ച് നിരപ്പാക്കുന്നു. സ്വാർത്ഥനാണ് മനുഷ്യൻ, സ്വാർത്ഥനാണ്. ആപ്ച, പണ്ട് കാലത്ത് പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിച്ചിരുന്നില്ലേ? ഉണ്ട്, പക്ഷെ ആവശ്യത്തിന് മാത്രം. കുട്ടയിലും തുണിസഞ്ചിയിലും സാധനങ്ങൾ വാങ്ങിയിരുന്ന കാലം എത്രയോ സുന്ദരമായിരുന്നു. അന്ന് ഭൂമി എന്നും പൂത്തുലഞ്ഞു നിൽക്കുന്ന സൗന്ദര്യമായിരുന്നു. എന്നാൽ ഇന്നോ നിയന്ത്രണമില്ലാത്ത പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ക്യാൻസർ എന്ന പോലെ ഭൂമിയെ കൊന്നൊടുക്കി. കണ്ടിട്ടില്ലേടാ മക്കളെ, നല്ല പള്ളികൾ പോലും ഇടിച്ചു പൊളിച്ച് യെരുശലേം ദേവാലയം പോലെ പണിയുന്നത്. അവസാനം ആരാധനയ്ക്കോ 4 അറ്റത്ത് 4 പേരും. മനുഷ്യന്റെ ഈ ധാരാളിത്തമാണ് ഭൂമിയെ നശിപ്പിച്ചത്. അപ്പച്ചാ, ഒരു സംശയം. വേദോസ്തത്തിൽ പറയുന്ന ഏദൻ തോട്ടം പോലെ തന്നെ ആയിരുന്നോ ഈ ഭൂമി? അതെ, അതുപോലെ മനോഹരം. എങ്ങും പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ സൗരഭ്യം, കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പാടശേഖരങ്ങൾ, കിളികളും ചിത്രശലഭങ്ങളും പാറി നടക്കുന്ന മനോഹരമായ സായാഹ്നങ്ങൾ. അന്നത്തെ കാറ്റ് കൊണ്ടുവരുന്ന സൗരഭ്യവും ശീതളഭാവവും വർണ്ണിച്ചാൽ ഒന്നും തീരില്ല മക്കളെ. ഇത്ര മനോഹരമായ ഭൂമി ആരാ നശിപ്പിച്ചത്? എന്തിനു വേണ്ടി? ഇത് പരദീസ പോലെ സുന്ദരമാണല്ലോ. ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടം പോലെ മനോഹരം. ഒരിക്കൽ അരുതാത്ത ഫലം തിന്ന് നന്മകളുടെ തോട്ടത്തിൽ നിന്നും അവൻ പുറത്തായി. ഇപ്പോഴോ ഈ മനോഹരമായ ഭൂമി സ്വന്തം ബുദ്ധിശൂന്യതയിൽ നശിപ്പിച്ച് തിന്മകളുടെ ഫലം കൊയ്യുന്നു. ഇതൊക്കെ കാണാനും ഇതിന്റെ സുഖത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം നൽകാത്ത നിങ്ങളൊക്കെ ചതിയന്മാരാണ്, ചതിയന്മാർ. എല്ലാം ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർത്ത ദുഷ്ടന്മാർ. അല്ല മക്കളെ, അങ്ങനെ ഒന്നും പറയല്ലേ. ഞങ്ങൾ തെറ്റുകാരല്ല, എല്ലാം നിങ്ങളുടെ നന്മയ്ക്കായി ചെയ്തതാണ്. ഞങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ സുഖസൗകര്യം നിങ്ങൾക്ക് ലഭിക്കാൻ. വിശ്വസിക്കില്ല, ഞങ്ങളിത് വിശ്വസിക്കില്ല. ഇതൊന്നും ഞങ്ങളുടെ നന്മയ്ക്കായി ചെയ്തതല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ പക്ഷികളും പൂക്കളും വൃക്ഷലതാദികളും നിറഞ്ഞ മനോഹരമായ ഭൂമിയായിരുന്നേനെ. മരുഭൂമിക്ക് തുല്യമായ ഭൂമിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളാണ്. ലഭിച്ചതെല്ലാം ബാക്കി വെക്കാതെ ധാരാളമായി ഉപയോഗിച്ച സ്വാർത്ഥത. മക്കളെ, സ്വാർത്ഥതയല്ല, പക്ഷേ നന്മയെ കരുതി ചെയ്തതൊക്കെ അല്പം കൂടിപ്പോയോ എന്ന സംശയം എനിക്കും ഇല്ലാതില്ല. അതിത്രത്തോളം വ്യാപ്തിയിലെത്തുമെന്ന് ഞങ്ങൾ കരുതിയുമില്ല. വരും തലമുറയെ ഓർക്കാതെ, അവരുടെ ആവശ്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെ കിട്ടിയതൊക്കെ പരമാവധി ചൂഷണം ചെയ്ത മഠയന്മാരുടെ തലമുറ. വെട്ടിയ മരങ്ങൾ നടാനോ പ്രകൃതിയെയും അതിൻ്റെ ധാതു സമ്പത്തിനെയും സംരക്ഷിക്കാൻ ശ്രമിക്കാത്ത ഭോഷന്മാരുടെ തലമുറ.
ലഭിച്ചതൊക്കെ മൊത്തമായി ഉപയോഗിച്ച് ഭൂമിയെ മൊട്ടക്കുന്നും തരിശു നിലവുമാക്കിയ പാപികളാണ് ഞങ്ങൾ. മാപ്പില്ലാത്ത കുറ്റമാണ് മക്കളെ ഞങ്ങൾ ചെയ്തത്. ഇല്ല ഇല്ല, ഈ തിന്മയ്ക്ക് മാപ്പില്ല. ആർക്ക് ഈ ഭൂമിയെ രക്ഷിക്കാൻ കഴിയും? കഴിയും. നാം വൈകിയിട്ടില്ല. ഈ സ്വപ്നസുന്ദര ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്കൊന്നായി പ്രവർത്തിക്കാം. പണം കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ നേടാൻ കഴിയാത്ത അനുഗ്രഹവർഷമാണ് പ്രകൃതി നമുക്കൊരുക്കിയിരിക്കുന്നത്. ഈ പുണ്യഭൂമിയിലേക്ക് നമുക്ക് മുൻപേ വന്നുപോയവർ നമുക്കായി നീക്കിവെച്ച നന്മകൾ കൈമോശം വന്നുപോകാതെ നാം കൈമാറേണ്ടതുണ്ട്. നമ്മുടെ രക്തത്തിൻ്റെ രക്തവും ശ്വാസത്തിൻ്റെ ശ്വാസവുമായി നമുക്ക് പിന്നാലെ വീണ്ടും തലമുറകൾ എത്തുന്നുണ്ട്. അവരുയർത്തുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ സ്വയം ക്രൂശിതരാവാതെ ഇരിക്കുവാൻ നാം കരുതി വെക്കുക തന്നെ വേണം. ഈ മണ്ണിൻ്റെ ഹരിതകാമനകളെ, പൂക്കളെ, പുഴകളെ, പൂത്തുമ്പികളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൃഢപ്രതിജ്ഞയെടുക്കാം. എൻ്റെ മണ്ണിനെയും പ്രകൃതിയെയും സകല ചരാചരങ്ങളെയും എൻ്റെ പിൻഗാമികളായി വരുന്നവർക്കായി കാത്തുവെക്കുക തന്നെ ചെയ്യും. വരിക, ഈ കറുത്ത കാലത്തിൻ്റെ അസുരതകൾക്കെതിരെ നമുക്കുണർന്നിരുന്ന് സ്വപ്നങ്ങൾ നെയ്യാം, ഒന്നായി ഒറ്റക്കെട്ടായി.